വലിയ കാരുണ്യത്തിന്റെ മണിക്കൂറുകളിലൂടെ നമ്മൾ കടന്നു പോവുകയും ഓരോ ആഴ്ചകളിലും ദൈവത്തിന്റെ കാരുണ്യം വ്യത്യസ്തമായ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നമ്മൾ അനുദിനം പ്രാർത്ഥിക്കുന്ന ആഴ്ചകളിൽ ഒരുമിച്ച് കൂടി ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും ബലി അർപ്പിക്കുക. ബലിയോട് കർത്താവിന്റെ കാൽവരി ബലിയോട് നാം ചേർന്ന് നിൽക്കുകയാണ്. ഇവിടെ അവിടെ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രക്തസ്രാവക്കാരെ ആഗ്രഹിക്കുക, അവന്റെ വസ്ത്രത്തിൽ അവനെ ഒന്ന് കാണണം, അവന്റെ ഒരു വസ്ത്രത്തിൽ ഒന്ന് തൊടാൻ പറ്റണം. പറ്റിയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു. പറ്റുന്നില്ല, സഹോദരിക്ക് തൊടാൻ പറ്റുന്നില്ല, തിരക്കിലും തിരക്കിലും കർത്താവിനെ കടന്നു പോകും. പക്ഷെ ആഗ്രഹം സൗഖ്യമായി കടന്നു വരിക, വിശ്വാസം സൗഖ്യമായി ജീവിതത്തിലേക്ക് കടന്നു വരിക. നമ്മൾ തന്നെ സമർപ്പിക്കുക. തമ്പുരാനെ ഒന്ന് തൊടാൻ പറ്റിയെങ്കിൽ എൻ്റെ ജീവിതം സൗഭാഗ്യത്തിന്റെ ജീവിതമായി തീരും. അവനെ ഒന്ന് തൊട്ട് അനുഭവിക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ, തോമാസ്ലിഹ പറഞ്ഞത് തന്നെ, തൊട്ടൊന്ന് അനുഭവിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നെ. ആഗ്രഹം സാധിക്കുന്ന ഒരു തമ്പുരാനാണ് നമ്മുടെ കൂടെയുള്ളത്. മനുഷ്യന്റെ ആഗ്രഹം എന്തെന്ന് മനസ്സിലാക്കി ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമുക്കിന്നുള്ളത്. അത് നമ്മൾ തിരിച്ചറിയേണ്ടത്. എത്ര മക്കള് ആഗ്രഹിക്കുന്നുണ്ട് കർത്താവിനെ ഒന്ന് തൊട്ട് അനുഭവിക്കാൻ. പ്രശ്നം വരുന്ന പ്രതിസന്ധികൾ, തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ടാണ്. കർത്താവിനെ ഒന്ന് തൊട്ടറിയുവാൻ ബ്രദർ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താ? തീച്ചൂളയിൽ എന്ന പോലെ കർത്താവ് ഒരു കാലയളവ് എന്നെ ഇങ്ങനെ തീച്ചൂളയിലൂടെ നടത്തിയത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയാൽ സഹായിക്കുവാൻ ആരുമില്ല. ഒരുവൻ പോലും സഹായിക്കുവാനില്ലാത്ത ആ സഹനത്തിന്റെ മധ്യത്തിലൂടെ കടന്നുപോയപ്പോൾ ക്രിസ്തുവിനെ ഒന്ന് തൊട്ടനുഭവിക്കാൻ സാധിച്ചത്. അതുകൊണ്ടാണ് ഇന്നിവിടെ നിൽക്കാൻ സാധിച്ചിരിക്കുന്നത്. അവനെ തൊട്ടനുഭവിക്കുമ്പോൾ വിശ്വാസത്തിന്റെ പൂർണ്ണതയായി നമ്മൾ തീരുക, ദൈവത്തിന്റെ മഹത്വമായി നാം തീരുക. തോമാസ്ലിഹായെ ഭാരതത്തിലേക്ക് വിടകർത്താൻ അഭിഷേകം ചെയ്തതിനെ തൊട്ടറിയുന്ന അനുഭവം. പൗരസ്ത്യ ദേശക്കാര് ജ്ഞാനികളാണ്, അവരൊത്തിരിയേറെ കൃപയുണ്ട്. പൗരസ്ത്യ ദേശത്തോട് ദൈവമാരെ തോമാസ്ലിഹ അയച്ചപ്പോൾ തൊട്ടനുഭവിച്ച ഒരനുഭവമായിട്ട് കർത്താവ് ഇങ്ങോട്ട് വിട്ടത്. ആ അനുഭവം പങ്കുവെച്ചപ്പോൾ അനേക ആയിരങ്ങൾ മാനസാന്തരത്തിലേക്ക് കടന്നു. യോഹന്നാൻ സ്നാപകനെ വിളിച്ചുകൊണ്ട് മാനസാന്തരത്തിന് ഉതകുന്ന ഫലങ്ങൾ നിങ്ങൾ പുറപ്പെടുവിക്കും. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം നിങ്ങളുടെ അടുത്തുണ്ട്. സ്നാപകൻ പറയും, മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ ദൈവരാജ്യം നമുക്ക് ലഭിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം തിരുവചനം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. നിങ്ങൾ സത്യമായും എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കും. കർത്താവിനെ സ്നേഹിക്കുന്ന എല്ലാവരും കർത്താവിനെ സ്നേഹിക്കും. പക്ഷേ കൽപ്പനകളും വചനങ്ങളും ലംഘിച്ചൊരു ജീവിതം നാം ഓരോരുത്തരും നയിക്കും. അങ്ങനെ ഒരു ജീവിതമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ പറഞ്ഞ കൽപ്പനകളെല്ലാം പാലിക്കും. ദൈവത്തിന്റെ ഹിതപ്രകാരം ഉള്ള ഒരു ജീവിതമായിരിക്കും നിങ്ങൾ നയിക്കുന്നത്. അല്ല നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ജീവിതമല്ല. സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ജീവിതമെല്ലാം മാറ്റപ്പെടുകയും അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ ഒരു സ്വന്തം ഇഷ്ടത്തിന് വഴിക്കൊക്കെ പോയി. പക്ഷേ പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ അവരുടെ ഇഷ്ടത്തിലേക്ക് അവർക്ക് കടന്നു പോകാൻ സാധിച്ചോ? പ്രവാചകന്മാരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ അവരുടെ ഇഷ്ടപ്രകാരം അവർക്ക് നീങ്ങാൻ സാധിച്ചില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മഹത്വത്തിന്റെ വഴിയിലൂടെ അവരെ നയിക്കുകയാണ്. സ്നേഹന്മാരുടെ ജീവിതത്തിൽ ആത്മാവ് വന്നപ്പോൾ മഹത്വത്തിന്റെ വഴികളിലൂടെ ദൈവ മഹത്വത്തിനായിട്ട് പ്രവർത്തിക്കുവാനുള്ള വലിയ ശക്തി അവർക്ക് കൊടുക്കുക. അതുകൊണ്ട് ഈശോ പറഞ്ഞ അപ്പോസ്തലന്മാരോട് പറഞ്ഞെന്ന ശിഷ്യന്മാർ തന്റെ അടുത്തോടുള്ള ജനത്തോട് പറഞ്ഞ, നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്, പക്ഷേ നിങ്ങൾ എന്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കുന്നില്ല. വീണ്ടും വചനം പറയുക, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായിയെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. നിങ്ങളുടെ കൽപ്പനകൾ പാലിക്കും. എന്നെ സ്നേഹിക്കുമ്പോൾ എന്റെ കൽപ്പനകൾ പാലിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ സഹായകനായ പരിശുദ്ധാത്മാവിനെ അയക്കുവാൻ എന്റെ പിതാവിനോട് ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരും. അപ്പൊ എന്ത് ചെയ്യുമ്പോൾ
കൽപ്പനകളും പ്രമാണങ്ങളും ദൈവത്തിന്റെ വചനവും അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ പിതാവായ ദൈവത്തിന്റെ ആത്മാവിനെ നമ്മളിലേക്ക് അയക്കുവാൻ പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് പുത്രനായ യേശു പ്രാർത്ഥിക്കുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടും. കൽപ്പനയും പ്രമാണവും ലംഘിച്ച് തോന്നിവാസം ജീവിച്ചാൽ ഈ ആത്മാവ് നമ്മളിലേക്ക് കടന്നു വരുമോ? ദൈവത്തിന്റെ ഹിതപ്രകാരമല്ലാത്ത ഒരു ജീവിതമാണ് നാം നയിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മളിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നില്ല. പുത്രനായ യേശുവിന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല. കൽപ്പനയും പ്രമാണവും അനുസരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? സഹായകൻ നമ്മെ സഹായിക്കാൻ വരും. ആരുമില്ലാത്ത സമയത്ത് ഈശോ പറയുന്നുണ്ട്, ഞാൻ വലത്തോട്ട് ഇടത്തോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും സഹായിക്കാൻ ആരെയും കണ്ടില്ല. എന്റെ അത്ഭുത പ്രവർത്തികളും അതിന്റെ ഫലവും അനുഭവിച്ചവരൊക്കെ എവിടെ? ഇവരൊന്നും കാണുന്നില്ല. സഹായിച്ചു ഒരുവനെ പോലെ കാണുന്നില്ല. അങ്ങനെ ആയിരിക്കുമ്പോൾ നാം ആരെ കാണാൻ ആഗ്രഹിക്കും? ദൈവത്തെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക നമ്മൾ ആഗ്രഹിക്കും. സഹായിക്കുവാൻ ഒരുവൻ പോലും ഇല്ല, ആരെയും കാണുന്നില്ല. പിന്നെ ആരാ സഹായിക്കാൻ വരുന്നത്? എന്റെ കൽപ്പനകൾ, എന്റെ പ്രമാണങ്ങൾ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് സഹായകനായ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് ഞാൻ അയക്കും. എന്നൊരു സഹോദരൻ വിളിച്ചിട്ട് രാവിലെ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കണം. 3-4 വീടുകൾ ഏത് വീട് മേടിക്കണമെന്ന് ഞങ്ങൾക്കൊരു ഉറപ്പില്ല, നിശ്ചയമില്ല. അവിടെ ഏതാ വാങ്ങിക്കണമെന്ന് അറിയത്തില്ല. സഹായിക്കാൻ ആരും പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. എന്ത് ചെയ്യണം? നിങ്ങൾ കൽപ്പനകളും പ്രമാണങ്ങളും തിരുവചനങ്ങളും നിങ്ങൾ അനുസരിക്കുമ്പോൾ സഹായകനെ അയക്കുവാൻ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ പുത്രനായ യേശു പ്രാർത്ഥിക്കുന്നതെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഹല്ലേലൂയ. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് ഇവിടെയായിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് ദൈവം തരുമെന്ന് പുത്രനായ യേശു നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. നമ്മൾ ആരെ വിളിച്ച് സഹായിക്കാൻ പഠിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ദൈവം പറഞ്ഞ കൽപ്പനയും പ്രമാണങ്ങളും ചട്ടങ്ങളും ദൈവത്തിന്റെ നിയമങ്ങളും വചനങ്ങളും അനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളെ സഹായിക്കുവാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരും. പിതാവിനോട് പറയാൻ അയച്ചേ പറ്റത്തുള്ളൂ. അവിടുത്തെ കൽപ്പനകളും പ്രമാണങ്ങളും വചനങ്ങളും ഒക്കെ അനുസരിച്ച് നല്ല ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പിതാവേ, അവിടുത്തെ ആത്മാവിനെ ഇപ്പോൾ അവരെ സഹായിക്കുവാൻ അയക്കണേ. പ്രിയപ്പെട്ടവരെ, കടബാധ്യതയിലേക്ക് കടന്നു മറ്റുള്ളവർ സഹായിക്കുമ്പോൾ കടബാധ്യത മാറിപ്പോകും. ഒരിക്കലും മാറിപ്പോകത്തില്ല. അപ്പൊ നമ്മൾ എങ്ങോട്ട് കണ്ടുവെക്കും? ആ ചേട്ടനുണ്ട്, അമേരിക്കയിലെ ചേച്ചിയുണ്ട്, ചേച്ചി ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ കടബാധ്യതയെല്ലാം ഒന്ന് നീങ്ങിപ്പോയി. നിസ്സാര കടമുള്ള 5-6 ലക്ഷം രൂപയാണ്. പക്ഷെ അത് വീട്ടാനായിട്ട് കർത്താവ് അനുവദിക്കുന്നില്ല. കാരണം എന്താ? അവന്റെ മുഖം ഒന്ന് കാണാൻ, അവന്റെ വചനവും അവന്റെ കൽപ്പനകളും അവന്റെ പ്രമാണങ്ങളും ഒന്ന് അനുസരിക്കണം. എന്ത് ചെയ്യണം? ഇതൊക്കെ ഈ സഹനം അവന്റെ തോളിൽ ഇരുന്നാൽ മാത്രമേ ഉള്ളൂ ഇവൻ ആരെ അന്വേഷിക്കുന്നത്? കർത്താവിനെ അന്വേഷിക്കുന്നത്. പ്രശ്ന പ്രതിസന്ധിയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആരെ വിളിക്കും? തമ്പുരാനെ വിളിക്കും. അപ്പൊ നമ്മളത് ചെയ്യും. തമ്പുരാന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ വചനം അനുസരിച്ച് കർത്താവിന്റെ ഈ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? വചനവും കൽപ്പനയൊക്കെ അനുസരിക്കാനായിട്ട് സാധിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിലെ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു ചെന്നപ്പോൾ വിശ്വാസ വർഷ ധ്യാനം നടക്കുന്ന സമയം വിശ്വാസാഗ്നി ശുശ്രൂഷയിൽ പ്രസംഗിക്കാൻ വേണ്ടി കടന്നു ചെന്നപ്പോൾ ഞാൻ അടുത്ത് വികാരിച്ചോട് ചോദിച്ച ഇവിടെയുള്ള ആൾക്കാർക്ക് ശ്രദ്ധിച്ചൊക്കെ പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? അച്ഛൻ പറഞ്ഞു, ബ്രദറിന്റെ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്ന ഒത്തിരിയേറെ മക്കള് ഈ ആലയത്തിലുണ്ട്. അതുകൊണ്ട് അവര് നല്ല സ്വരം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? ഹല്ലേലൂയ. ഈ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾ എങ്ങനെയായി തീരുക? സ്വർഗത്തിലെ മാലാഖമാര് ദൈവത്തെ സ്തുതിക്കുന്ന ആ ഭാഷയിൽ ദൈവത്തെ സ്തുതിക്കാനുള്ള കൃപയാ കർത്താവിന്റെ ഈ ആലയത്തിൽ നിന്ന് ലഭിക്കും. ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ ഒന്നും അല്ല ഇത്, അവരുടെ ഇവരുടെയൊന്നും അല്ല. ദൈവം നമുക്കായിട്ട് വാഗ്ദാനം ചെയ്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള തിരുവചനമാണ്. ഹല്ലേലൂയ. സ്വർഗീയ ഭാഷയാണ്. ഹല്ലേലൂയ. ഇത് നമ്മൾ ഏറ്റു പറയുന്നത് സംഭവിക്കുന്നത്
സ്വർഗത്തിലെ പോലെ ഭൂമിയിലേക്കും ദൈവത്തിന്റെ കാരുണ്യം പെരുമഴ പോലെ പെയ്തിറങ്ങുക. സ്വർഗീയ ഭാഷയും നമ്മുടെ ഏത് ഭാഷയിലൂടെ ശ്രദ്ധിക്കുന്നത്? യോഹന്നാൻ കേട്ടു സ്വർഗത്തില് വലിയ ജനക്കൂട്ടത്തിലെ പോലെ സ്വരം കേട്ടു. ഹല്ലേലൂയ. ഇത് പെന്തക്കോസ്തുകാരാണോ? അല്ല. ഇത് നമുക്കായി ദൈവം നൽകിയിരിക്കുന്ന സ്വർഗത്തില് മാലാഖമാർ ദൈവത്തെ സ്തുതിക്കുന്നത് ഹല്ലേലൂയ പാടിയാണ്. വിശുദ്ധരും രക്തസാക്ഷികളും അപ്പസ്തോലന്മാരും സ്വർഗീയവാസികളും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ഹല്ലേലൂയ പാടിയാണെന്ന് വെളിപാടിന്റെ പുസ്തകം വ്യക്തമാക്കുകയാണ്. ദൈവത്തെ സ്തുതിച്ച് നമ്മള് പരിശുദ്ധ കുർബാനയുടെ ദൈവത്തെ നമ്മൾ സ്തുതിച്ച് പാടി ഹല്ലേലൂയ പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കുക. ഈ സമയത്താണ് ദൈവത്തിന്റെ മഹത്വം അപ്പത്തിലേക്ക് ആവസിക്കപ്പെടുന്നത്. ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന ദൈവത്തിന്റെ വചനം അപ്പത്തിലേക്ക് ആവസിക്കപ്പെടുക. ഇത് എങ്ങനെയുള്ളവർക്ക് മനസ്സിലാകുന്ന എങ്ങനെയുള്ളവർക്ക് വചനം പറയും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കുകയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കത്തില്ല. ലൗകിക സുഖഭോഗങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ദൈവ പൈതലിന് ഒരു കാരണവശാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുവാൻ സാധിക്കത്തില്ല. ലോകത്തിന് ഇതിനെ സ്വീകരിക്കുവാൻ സാധിക്കത്തില്ല. ലൗകികമായ ചിന്താഗതികളെ, ജനികമായ താല്പര്യങ്ങളെ ശരീരങ്ങളിൽ നിന്ന് മാറ്റിക്കളഞ്ഞുകൊണ്ട് വേണം ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് നൽകുവാൻ. അപ്പൊ നമ്മൾ തന്നെ തീരുമാനം എടുക്കാതെ, നമ്മൾ തന്നെ പ്രാർത്ഥിക്കാതെ ഈ ജനീക ചിന്ത, ജനീകമായ ആസക്തികള്, തഴക്ക ദോഷങ്ങള് നമ്മുടെ ശരീരത്തിൽ നിന്ന് പടിയിറങ്ങി പോകുന്നില്ല. സഹോദരൻ വന്ന പോലെ ബ്രദറൊന്ന് പ്രാർത്ഥിച്ച് എനിക്ക് മദ്യപിക്കണമില്ല, നല്ല ദിവസമാണ് എന്നെ ഒഴിച്ചിട്ട് വെച്ചു. ബ്രദറെ ഞാൻ നല്ലതായിട്ട് കുടിച്ചിരിക്കുക, ബ്രദറിന്റെ അടുത്തേക്ക് വന്ന വല്ല പ്രശ്നമുണ്ടോ ചോദിച്ചു. നമ്മൾ ഒരു പ്രശ്നമില്ല, നീ പോരാൻ പറഞ്ഞു. നല്ല മദ്യപാനത്തിന് ബ്രദറെ എനിക്ക് ആഗ്രഹമുണ്ട് ഈ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് പുറത്തു വന്ന് ദൈവത്തിന്റെ സ്വാതന്ത്ര്യം മക്കളോട് ചേർന്ന് ഭാര്യയോട് ചേർന്ന് അനുഭവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ അടിമത്വം എന്നെ വിട്ടുമാറുന്നില്ല. പ്രിയ ദൈവജനമേ, എപ്പോ ഉണ്ടായ അടിമത്വ? പ്രിയ ദൈവജനമേ, ലോകത്തിലേക്ക് കടന്നിരുന്ന ലോകത്തിന്റെ വ്യാമോഹങ്ങളിലൂടെ കടന്നുപോയി പാപത്തിലേക്ക് കടന്നുപോയപ്പോൾ ഒരു അടിമത്വം ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുക. അതുകൊണ്ട് വചനം പറയുക, ഈ സത്യാത്മാവിനെ ലോകത്തിന് സ്വീകരിക്കുവാൻ സാധിക്കത്തില്ല. കരമുയർത്തി വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? ഹല്ലേലൂയ. യേശുവേ വിളിച്ചേ. വീണ്ടും യേശു പറയുക, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്തില്ല, എന്നാൽ നിങ്ങൾ എന്നെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു. നിങ്ങൾ എന്നെ അറിയുന്നുണ്ടെങ്കിൽ അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നത് കൊണ്ട്, നിങ്ങൾ അവനെ അറിയുന്നത് കൊണ്ട് കർത്താവിന്റെ ആലയത്തിലോ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് പ്രിയ ദൈവജനമേ, യേശു പറയുക, ആ സത്യാത്മാവാണ് സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ പലരെയും വിളിച്ചു, ചേട്ടാ ചേച്ചി ഒന്ന് വരാമോ, അവിടെ ഒത്തിരിയേറെ അനുഭവമുണ്ട്. വരാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ എന്തുമാത്രം അനുഗ്രഹങ്ങൾ സംഭവിച്ചേ, എന്തുമാത്രം 28ഓളം ക്യാൻസർ രോഗികൾ സുഖപ്പെട്ടു, എന്തുമാത്രം അത്ഭുതങ്ങൾ, മാനസിക രോഗങ്ങൾ ഒരു 6-7 മാനസിക രോഗികളെങ്കിലും സൗഖ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഒത്തിരിയേറെ സൗഖ്യങ്ങൾ കഴിഞ്ഞ ദിവസം വായിച്ചു കേട്ട ഒരു സൗഖ്യം, കാലില് ഒരു കരിപ്പത്തിയുടെ അത്രയുള്ള വ്രണം, ചൊറിഞ്ഞു പൊട്ടിയുണ്ടായ വ്രണം, ആരാധന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അത് പരിപൂർണമായിട്ട് ഉണങ്ങിയിരിക്കുന്നത് കാണുക, സൗഖ്യം പ്രാപിച്ചു. എന്തുമാത്രം അത്ഭുതങ്ങളും അടയാളങ്ങൾ, അത്ര അത്ഭുത അടയാളം സംഭവിക്കുമ്പോൾ ഈ ആലയത്തിന് ചുറ്റും പരിസരങ്ങൾ മുഴുവൻ നിറഞ്ഞ ആൾക്കാർ വരെ കാണണ്ടേ? പക്ഷെ എന്തുകൊണ്ട് കാണാതെ? പിതാവിനാൽ ആകർഷിച്ച പരിശുദ്ധാത്മാവ് ഉള്ളവർ മാത്രമേ ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നുള്ളൂ. അവരുടെ പരിശുദ്ധാത്മാവ് ശക്തി പ്രാപിക്കുമ്പോൾ അവരിലുള്ള പാപബന്ധനങ്ങൾ അഴിയപ്പെടുകയാണ്. ഇവിടെ മാനസാന്തരം സംഭവിക്കുന്നത് കൊണ്ട് ഈ ശുശ്രൂഷയിൽ കടന്നു വരുവാൻ എല്ലാവർക്കും മടി. ഉള്ളിലുള്ളവർ പറയും പോകരുത്, നീ മാനസാന്തരപ്പെട്ടാൽ നിന്റെ ഉള്ളിൽ എനിക്ക് നിൽക്കാൻ സാധിക്കത്തില്ല. ഇവിടെ മാനസാന്തരത്തിന്റെ ദൈവിക ഫലം ഉണ്ടാവുകയാണ്. അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ ഒത്തിരിയേറെ രോഗശാന്തി, ഒത്തിരിയേറെ സംഭവങ്ങൾ ശുശ്രൂഷയിൽ കിട്ടുന്ന കർത്താവ് ഒത്തിരി കരുണ കാണിക്കുന്നു. അച്ഛൻ പറഞ്ഞൊരു കാര്യം, ബ്രദറെ, ആ ശുശ്രൂഷയിൽ ഒത്തിരിയേറെ മക്കള് മാനസാന്തരപ്പെടുന്നുണ്ട്. കരമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. സ്വരമുയർത്തി യേശുവേ എന്ന് വിളിക്കാമോ? ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കത്തില്ല. കാരണം അവൻ അവനെ കാണുകയോ
അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യുന്നു. ഈ പരിശുദ്ധാത്മാവ് എവിടെയുണ്ട്? നമ്മളിൽ ആയിരിക്കുകയും നമ്മുടെ കൂടെ വസിക്കുകയും. ദൈവത്തിന്റെ ആത്മാവാണ് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കും. അപ്പോൾ മുതൽ സകല തലമുറകളും നിന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ദൈവത്തിന്റെ ആത്മാവ് എന്റെ ആത്മാവിനോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങുമ്പോഴാണ് സകല തലമുറകളും പറയും, ഇവൻ ഭാഗ്യവാനാ, ഇവള് ഭാഗ്യവതിയാ. ഈ സത്യാത്മാവിനെ ആർക്ക് കാണാൻ സാധിക്കത്തില്ല? ലോകത്തിന് ഇതിനെ കാണാൻ സാധിക്കത്തില്ല, അറിയാൻ സാധിക്കത്തില്ല, അനുഭവിക്കാൻ സാധിക്കത്തില്ല. ഇപ്പൊ ലോകമോഹങ്ങളെ മുഴുവൻ വെടിഞ്ഞ് കർത്താവിന്റെ ആലയത്തില് ദൈവത്തിന്റെ ആത്മാവിനെ ആഗ്രഹിക്കുമ്പോൾ സ്വർഗത്തിലെ അനുഗ്രഹം മുഴുവൻ ആ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരിക. എന്തുമാത്രം മാനസാന്തരപ്പെടാൻ സാധിച്ചോ അത്രമാത്രം ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. മാനസാന്തരമൊന്നുമില്ല, എങ്ങനെയും ദൈവാനുഗ്രഹമായിട്ട് പോകണമെന്ന് വെച്ചാൽ ഈ അനുഗ്രഹം അടിയിൽ പോകാൻ സാധിക്കായിരിക്കും, പക്ഷെ അത് അനുഭവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല. പാപം അത് അതിനെ പറയുന്നുണ്ട്. ഇപ്പൊ ദിവസം പാപത്തിന്റെ പടിവാതിക്കൽ പതിയിരിപ്പുണ്ട്, അതിന് താല്പര്യം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ദൈവാനുഗ്രഹത്തെ കളയുവാൻ വേണ്ടി ആര് നമ്മുടെ കൂടെയുണ്ട്? പാപം നമ്മുടെ പടിവാതിലേക്ക് ദൈവാനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുമെന്ന് തോന്നുമ്പോഴേ പാപം നമ്മുടെ അടുത്തേക്ക് വന്ന് പ്രേരണ ദുഷ്പ്രേരണ വരും. നീ പ്രാർത്ഥിച്ചിട്ട് വരുന്ന പ്രയോജനമുള്ളേ, നീ പാപം ചെയ്ത് അവരിലേക്ക് നോക്കിക്കേ. ആ പാപം ചെയ്ത വ്യക്തി എത്രമാത്രം അനുഗ്രഹം ലഭിക്കുന്നത്. അങ്ങോട്ട് നോക്കുമ്പോൾ പാപത്തിന്റെ ദുഷ്പ്രേരണയിലേക്ക് കടന്നു പോകുകയും. ആദ്യമാതാവിനെ പറ്റി അബദ്ധം, ദൈവത്തെ പോലെ ആയിത്തീരും, ദൈവങ്ങളായിത്തീരും. ദൈവമായിത്തീരുന്ന എപ്പോഴാ? പരിശുദ്ധ കുർബാനയാകുന്ന ആ കനിയിൽ നിന്നോ ആ സ്നേഹത്തിന്റെ കൂദാശ മതിയാവോളം ഭക്ഷിക്കുമ്പോൾ പ്രിയ ദൈവജനമേ, നാം ഓരോരുത്തരും ദൈവത്തെ പോലെ ആയിത്തീരുക. പരിശുദ്ധ കുർബാനയിലൂടെ നാം ഓരോരുത്തരും ദൈവത്തെ പോലെ ആയിത്തീരുക. പിശാച് എന്ന് പറയുന്നത്